ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ലോട്ടസ് എൻ്റെ ഗാർഡനിൽ ഉണ്ടായതാണ്. നമ്മുടെ ഗാർഡനിൽ കൂടുതലായിട്ട് ഫോളിയേജ് പ്ലാന്റ്സ് ആണുള്ളത്. ഈ ലോട്ടസിൻ്റെ വെറൈറ്റിയുടെ പേര് ഏതാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് നാളുകൾക്ക് മുമ്പ് 5 വെറൈറ്റി ലോട്ടസ് മേടിച്ചിട്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിൽ ഈ ഒരു വെറൈറ്റി മാത്രമേ ഇപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ പേര് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാഞ്ഞു പോയി. അത് കാരണം അത് അറിയത്തില്ല അത് ഏത് പ്ലാന്റ് ആണെന്ന്. ഇന്ന് നമ്മൾ ജിഫി ബാഗിൽ കുറച്ച് സ്കിൻഡാപ്സിസ് വെറൈറ്റി പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഈ ജിഫി ബാഗെല്ലാം ഓൺലൈനിൽ മേടിച്ചതാണ്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് വീർത്ത് വരും. പിന്നെ അതിലേക്ക് പ്ലാന്റ് നട്ട് വെച്ചാൽ മതി. നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന 3 വെറൈറ്റീസാണ് ഇപ്പോൾ നടുന്നത്. ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അതിൻ്റെ പേര് സാറ്റിൻ പോത്തോസ് എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നല്ലൊരു ഹെൽത്തി കട്ടിങ് നോക്കി എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ നോഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. നോഡിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ പുതിയ മുളകൾ വരുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ കാണുന്ന സിൽവർ ലേഡി സ്കിൻഡാപ്സിസ് ആണ്. നല്ല ഭംഗിയുള്ള ഇതിൻ്റെ ലീഫുകൾ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. രണ്ടാമത്തേത് ഈ കാണുന്ന പ്ലാന്റ് ആണ്. ഇത് സ്കിൻഡാപ്സിസ് പിക്ടസ് ആണ്. പല വെറൈറ്റി സ്കിൻഡാപ്സിസ് പ്ലാന്റുകൾ ഒരുപാട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തേത് സ്കിൻഡാപ്സിസ് മൂൺലൈറ്റ് എന്ന പ്ലാന്റ് ആണ്. ഇതും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ്. ഇതൊക്കെ കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. സാറ്റിൻ പോത്തോസ് പോലെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യില്ല. ഇതാണ് നമ്മുടെ കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിൽ കാണുന്ന സാറ്റിൻ പോത്തോസ്. വലിയ ലീഫായിരിക്കും. ഇത് പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് ചട്ടികളിലാക്കി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. വീടിനൊരു ഗ്രീൻ ലുക്ക് തരാൻ നല്ലൊരു പ്ലാന്റ് ആണ് സ്കിൻഡാപ്സിസ് വെറൈറ്റീസ്. സീഡ്ലിംഗ് ട്രേകൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ജിഫിയിൽ നട്ടിരിക്കുന്ന പ്ലാന്റ്സ് വെക്കാൻ പോകുന്നത്. വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ജിഫി ബാഗെല്ലാം ഇപ്പോൾ വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പ്ലാന്റ് നട്ട് വയ്ക്കുക. ഒരു ജിഫി ബാഗിൽ തന്നെ 2-3 നോട്ട്സായിട്ട് നടുന്നുണ്ട്. ജിഫി ബാഗിൽ അത്യാവശ്യത്തിന് ചെറിയൊരു മോയ്സ്ചർ നിലനിർത്തിയാൽ മതി. ആവശ്യത്തിന് നനവും ഓക്സിജനും കിട്ടിക്കഴിയുമ്പോൾ ജിഫി ബാഗിലെ ചെടികൾക്ക് പെട്ടെന്ന് വേരുകൾ വരും. വേരുകൾ നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പോട്ടി മിക്സിലേക്ക് മാറ്റി നടാവുന്നതാണ്. 3 ആഴ്ചകൾക്ക് ശേഷമുള്ള പ്ലാന്റിൻ്റെ ഗ്രോത്ത് കണ്ടാലോ. ഇതാ റൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെയാണ് പ്ലാന്റ് ഇരിക്കുന്നത്. ആർക്കെങ്കിലും ഇതിൻ്റെ തൈകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ചാനലിൽ പുതിയൊരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കയറിയൊന്ന് കാണണം. ഇനി ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം.